അപ്പോൾ ഈ ഓപ്പൺ ഡേറ്റ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് ഓപ്പൺ ഡേറ്റയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ open-data.gov.in എന്നൊരു വെബ്സൈറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഗവൺമെൻറ് ഫംഗ്ഷനിലുമുള്ള ഡേറ്റ വെളിയിൽ പബ്ലിക്കിന് അക്സസിബിൾ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതിലിപ്പോൾ ജുഡീഷ്യറിയുടെ ഡേറ്റയോ വക്കീലന്മാരെ പറ്റിയുള്ള ഡേറ്റയോ കേസ് ഡിസ്പോസലിൻ്റെ ഡേറ്റയോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഓപ്പൺ ഡേറ്റ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെ 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 അതാ അതും ഓപ്പൺ ഡേറ്റയായിട്ട് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്. അപ്പോൾ ഓപ്പൺ ഡേറ്റ എന്ന് പറയുന്നത് ഒരു അനോണിമസ് ഡേറ്റ. അതായത് ഇപ്പം ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ നേരത്ത് എൻ്റെ സ്പീഡ് 100 കിലോമീറ്റർ ആയിരുന്നു എന്ന് വെച്ചോ, ആ ഡേറ്റ ഓപ്പൺ ഡേറ്റയുടെ പരിധിയിൽ വരികയില്ല. അത് കാര്യം എൻ്റെ പ്രൈവറ്റ് ഡേറ്റയും കൂടെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻസി ആൻഡ് എക്സ്പ്ലെയിനബിലിറ്റി പ്രിൻസിപ്പിൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്കാണ് പെനൽറ്റി അടിച്ചതെങ്കിൽ, എനിക്ക് 100 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാണ് പെനൽറ്റി വന്നതെങ്കിൽ അത് എന്തുകൊണ്ടത് ഉണ്ടായി എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അത് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് എനിക്കത് റിവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും 100 കിലോമീറ്റർ ആണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ നമുക്കും ആ പരാതിക്കാരൻ്റെ അഡ്വക്കേറ്റിനുള്ള അവസരം ഉണ്ടാകുന്ന പ്രിൻസിപ്പിളാണ് എക്സ്പ്ലെയിനബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുപയോഗിച്ച് വേണം എവിടെയും AI ഇംപ്ലിമെൻറ്റേഷൻ നടക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്ന പ്രിൻസിപ്പിൾ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു സിഗ്നൽസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നാളെ ഇതുപോലെ ഇപ്പം കേരള ഗവൺമെൻറ് ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് AI ക്യാമറ എന്ന് പറഞ്ഞൊരു തുടക്കമാണ്. ഇറ്റ്സ് എ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്, റൈറ്റ്? ഇനിയുള്ള എല്ലാ കാര്യങ്ങളും റോഡിൽ കൂടെ നടക്കുന്നതിനും AI ക്യാമറ ഉണ്ടാവും, ചിലപ്പോൾ പലയിടത്തും ക്യാമറ ഉണ്ടാവും, കോടതി കയറുന്നതിൻ്റെ അറ്റൻഡൻസ് ക്യാമറയാവും, എല്ലാ രീതിയിലും ക്യാമറ ഉപയോഗിക്കുക, എല്ലായിടത്തും ക്യാമറയും സെൻസറുകളും ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ട്രാൻസ്പെറൻസി എക്സ്പ്ലെയിനബിലിറ്റി പ്രിൻസിപ്പിൾ എല്ലാ രീതിയിലും ഇതുപോലെ നമുക്ക് പെനൽറ്റി അടിക്കുമ്പോഴോ നമ്മുടെ ഏതെങ്കിലും റൈറ്റ് അലോ ചെയ്യാത്ത സമയത്തോ ഉപയോഗിക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി വേറെ ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ IT ആക്ടിലോട്ട് കിടക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നൊരു ഫ്യൂച്ചറിസ്റ്റിക് ടോപ്പിക്കാണ്. ഈ IT ആക്ട് എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് 20 കൊല്ലത്തോളം ആയി നിലവിലുള്ളൊരു നിയമമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഡിജിറ്റൽ ഇന്ത്യ ആക്ട് എന്നൊരു നിയമമുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ആക്ടിൻ്റെ ആ നിയമത്തിൽ ഗവൺമെൻറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ ആക്ട് ഒരു 3-4 വർഷത്തിനകത്ത് ഈ IT ആക്ടിനെ റീപ്ലേസ് ചെയ്യും. പക്ഷേ അതുവരെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഗവേൺ ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിനെ ആദ്യമായി ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്ത ആക്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. 1999 വരെ ഇലക്ട്രോണിക് റെക്കോർഡ്സിനോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനോ പ്രത്യേകിച്ചൊരു എക്സ്പ്രസ് റെക്കഗ്നിഷൻ ബൈ ലോ ഇല്ലായിരുന്നു. അതാണ് ആ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൊണ്ടുവന്നത്. രണ്ടാമത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ചെയ്തതെന്ന് പറയുന്നത് ഒരുപാട് ഒഫൻസസ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഒബ്സീനിറ്റി യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓർ ഇൻ്റർനെറ്റ്, ചീറ്റിംഗ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ, ഇംപേഴ്സണേഷൻ ഓൺലൈൻ, സൈബർ ടെററിസം, അങ്ങനെ നിരവധി ഒഫൻസസ് ക്രിയേറ്റ് ചെയ്തൊരു ആക്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. പിന്നെ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റിനെയും കൊണ്ടുവന്നു. ആ കോൺസെപ്റ്റിൻ്റെ പേരാണ് ഇൻ്റർമീഡിയറി സേഫ് ഹാർബർ ലയബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ ബാക്കി എല്ലായിടത്തും നമ്മൾ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു കട തുടങ്ങി വയ്ക്കുന്നു. ആ കടയിൽ നമ്മളൊരു ഇല്ലീഗൽ ആക്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കടയുടമ അല്ലെങ്കിൽ കോമൺ ലോ പ്രിൻസിപ്പിൾ ഹോൾ ഓണേഴ്സ് ലയബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പേഴ്സ് ലയബിലിറ്റി എന്ന് പറയും. ഈ ഹോൾ ഓണേഴ്സ് ഷോപ്പ് കീപ്പേഴ്സ് ലയബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട്,
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് നിങ്ങൾ ഉത്തരവാദിയാണ്. യു ആർ ലയബിൾ ഫോർ വാട്ട് എവർ ആക്ട് യു ആർ ഡൂയിങ് എന്നുള്ളതാണ് ആ പ്രിൻസിപ്പിൾ. ഇതിൽ ഘടകവിരുദ്ധമായൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ IT ആക്ടിൽ കൊണ്ടുവന്ന ഇൻ്റർമീഡിയറി ലയബിലിറ്റി ഓർ ഇൻ്റർമീഡിയറി സേഫ് ഹാർബർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് സേഫ് ഹാർബർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഇൻ്റർമീഡിയറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അവസരമൊരുക്കി. അതായത് ഗൂഗിൾ, ഫേസ്ബുക്ക്, യാഹൂ മുതലായ കമ്പനികൾ തുടങ്ങി. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഡീൽ ചെയ്യുന്നത് അവരുടെ ഇൻഫർമേഷനല്ല. ഇപ്പോൾ എനിക്ക് വാട്സാപ്പിൽ കൂടെ ഇവിടെയുള്ള ഒരാൾക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ ഞാനാണ് ആ മെസ്സേജ് അയക്കുന്നത്. വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ദൂതനെ പോലെ ആ മെസ്സേജ് കൊണ്ട് ഒരിടത്തുനിന്ന് മറ്റിടത്ത് എത്തിക്കുന്ന ഒരു ഇൻ്റർമീഡിയറി മാത്രമാണ്. വാട്സാപ്പിന് ഒരു കൺട്രോളുമില്ല എന്താണ് ആ മെസ്സേജ് എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുകളുടെ ജിയോയുടെ അല്ലെങ്കിൽ എയർടെലിൻ്റെ ജോലി ആ ഒരു ദൂതൻ്റെ ജോലിയാണ്. ദൂതനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തോടും നമ്മുടെ ചരിത്രത്തിലുടനീളം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മളൊരു യുദ്ധം നടക്കാൻ നേരത്ത് ഒരു ദൂതനെ അയക്കാൻ നേരത്ത് ശത്രു രാജ്യമായാൽ പോലും ദൂതനെ അറ്റാക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിങ്ങളെ ഒരു ദൂതരെ പോലെ നമ്മൾ കാണും. ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പേരിൽ നമ്മൾ ലയബിലിറ്റി ചാർത്തില്ല. പകരം നിങ്ങൾക്കൊരു സേഫ് ഹാർബർ, അതായത് നിങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഞാനൊരു കോളം വരച്ച് തരാം, ആ കോളത്തിനകത്ത് നിന്നോളണം. നിങ്ങൾ അതിൽ കൂടുതലായൊരു പ്രവൃത്തിയും ചെയ്യരുത്. ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ പ്രൊട്ടക്റ്റ് യു ഫ്രം ഓൾ ലയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് ഇൻ്റർമീഡിയറി ലയബിലിറ്റി. അപ്പോൾ ഇൻ്റർമീഡിയറി സേഫ് ഹാർബർ ലയബിലിറ്റി പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യാഹൂ പോലുള്ള കമ്പനികൾക്ക് യൂസർ ജനറേറ്റഡ് ഇൻഫർമേഷൻ, അവരുടെ യൂസേഴ്സ് സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷനിൽ നിന്ന് മാത്രമേ ഈ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ പോലുള്ള വീഡിയോ സർവീസുകൾ അവരുടെ സ്വന്തം വീഡിയോ സീരീസുകളും സിനിമകളും അതിൽ റിലീസ് ചെയ്യാറുണ്ട്. അവർ തന്നെയാണ് ആ സീരീസുകളും സിനിമകളും റിലീസ് ചെയ്യുന്നത്. അവർ ഇൻ്റർമീഡിയറ്റ് ആളല്ല. ദേ ആർ ലയബിൾ ഫോർ ദ കോണ്ടന്റ് ദാറ്റ് ദേ പ്രൊഡ്യൂസ് ആൻഡ് ദേ ഗിവ് യു. സിമിലർലി നാളെ ഗൂഗിൾ എനിക്കൊരു പരസ്യം തരുന്നു ജിമെയിലിൽ അല്ലെങ്കിൽ ഗൂഗിളാണ് ആ പരസ്യം നമ്മുടെ അടുത്ത് എത്തിക്കുന്നതെങ്കിൽ ഗൂഗിൾ ഈസ് ലയബിൾ ഫോർ വാട്ട് എവർ കോണ്ടന്റ് ദാറ്റ് ദേ ആർ പുഷിംഗ് ഫോർവേഡ്. പക്ഷേ ഞാനാണ് ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു അഡ്വർടൈസ്മെൻറ്റ് തരുന്നതെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് ആ കോണ്ടന്റിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ പ്രൊഹിബിറ്റഡ് കോണ്ടന്റ് ഉണ്ടെങ്കിൽ, അതിൽ ഒബ്സീനിറ്റി ഉണ്ടെങ്കിൽ, അതിൽ ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, അതിൽ ആൻറ്റി നാഷണൽ കോണ്ടന്റ് ഉണ്ടെങ്കിൽ, അതിൽ IP ഇൻഫ്രിഞ്ചിങ് കോണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗൂഗിളിനും ഫേസ്ബുക്കിനോ ഇങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റില്ല. ആ ഒരു ഇൻ്റർമീഡിയറി കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നൊരു നിയമം കൂടെയാണിത്. ഇതിന് ഒരു പാരലും കൂടെ ഉണ്ട്. പണ്ടൊരു കോമൺ കാരിയേഴ്സ് ലയബിലിറ്റി ആക്ട് എന്നൊരു ആക്ടും കൂടെ ഉണ്ട്. അതിലും ഒരു സിമിലർ സോർട്ട് ഓഫ് കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ആ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ ഇത് വളരെ വ്യക്തമായി അവർക്ക് ഇൻ്റർമീഡിയറി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. പക്ഷേ ഇൻ്റർമീഡിയറ്റ് പ്രൊട്ടക്ഷനകത്ത് ആദ്യം ഇൻ്റർനെറ്റ് തുടങ്ങിയപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് മാത്രം ഡീൽ ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം നിനക്കറിയാം. നിങ്ങൾ ചിലർ കംപ്ലൈൻറ്റ് പറയുന്നത് കേൾക്കാം ഫേസ്ബുക്കിൽ. ഇപ്പം ഇലക്ഷന് തൊട്ട് മുമ്പ് ചില ഓപ്പോസിഷൻ പാർട്ടിക്കാരിട്ട കോണ്ടന്റ് വേറെ ആളുകളുടെ ഇടയിൽ റീച്ച് ചെയ്യുന്നില്ല, എനിക്ക് ലൈക്കുകൾ കിട്ടുന്നില്ല, ഷെയറുകൾ കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ഫേസ്ബുക്കിനെയും അങ്ങനെയുള്ള ബാക്കിയുള്ള കമ്പനികളും ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ അൽഗോരിതം, ചിലപ്പോൾ അത് AI അൽഗോരിതം കൂടെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ആ AI അൽഗോരിതം ചിലപ്പോൾ ചില ബേസിസ് വെച്ച് ഒരു പോസ്റ്റിനെ റാങ്ക് ചെയ്യും. ഈ പോസ്റ്റ് ഇത്രയും ആളുകൾ കാണാൻ സാധ്യതയുണ്ടോ? ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നിങ്ങളൊരാളൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടെന്ന് വെച്ചോ. ആ പോസ്റ്റ് എനിക്കിഷ്ടമുള്ളൊരു കാര്യത്തെപ്പറ്റി ഉള്ള പോസ്റ്റാണ്. ഇപ്പം നിഖിൽ നരേന്ദ്രന് നല്ല എന്താ പറയുക, നല്ല ഐസ്ക്രീം ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഐസ്ക്രീമിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിഖിൽ നരേന്ദ്രൻ ഐസ്ക്രീമിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഫേസ്ബുക്കിന് അറിയാമെന്നുള്ളത് കൊണ്ട് എൻ്റെ പ്രൊഫൈലിൽ ഫേസ്ബുക്ക് ആ പോസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും. അതൊരു അൽഗോരിതത്തിൻ്റെ പ്ലേ ആണ്. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കും മറ്റുള്ള കമ്പനികളും അൽഗോരിതം ഉപയോഗിച്ച് അവർ പറയുന്നത് ഞങ്ങളുടെ കണ്ടൻ്റ് അല്ല, മറ്റുള്ളവരുടെ കണ്ടൻ്റാണ്. നമ്മൾ പക്ഷേ ഇതിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മളിതിനെ അൽഗോരിതം ബേസ് ചെയ്ത് ഡിസിഷനും തീരുമാനവും എടുത്ത് ഈ കോണ്ടൻറ്റിനെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവർ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടണം.
കാര്യം ലോട്ട് ഓഫ് ഇല്ലീഗൽ കോണ്ടൻറ്റ്, ഫേക്ക് ന്യൂസ്, മിസ്ഇൻഫർമേഷൻ എല്ലാം ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്നു. അതുകൊണ്ട് തന്നെ യു ആർ അഡീഷണലി റെസ്പോൺസിബിൾ ഫോർ സർട്ടൻ ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു എന്നുള്ളൊരു രീതിയിലുള്ളൊരു നിയമം ഗവൺമെൻറ് ഇൻ്റർമീഡിയറ്റ് ലയബിലിറ്റി റൂൾസ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നമുക്ക് ഉപയോഗമുള്ള കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റുമാർക്ക് വളരെയധികം ഉപയോഗമുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ കക്ഷികൾക്ക് കേസുകളുണ്ടാവും. അവർ പറയും എന്നെ സംബന്ധിച്ച് ഒരാൾ ഫേസ്ബുക്കിൽ മോശമായി പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ എനിക്കെതിരെ ചില മോശം ഡിഫമേറ്ററി കമൻസ് പോസ്റ്റ് ചെയ്തു. ആ ഒരു അവസരത്തിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുള്ള കേസുകൾ ഇപ്പോൾ വളരെ സ്വാഭാവികമായി ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും പലപ്പോഴും കക്ഷി ചേർത്തും പലരും കേസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഇല്ല. പക്ഷേ അവർക്കൊരു ഇൻ്റർമീഡിയറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. നമ്മളൊരു കംപ്ലയിൻറ്റ്, ആരെങ്കിലും നമുക്കെതിരെ ഇല്ലീഗലായിട്ടൊരു കോണ്ടൻറ്റ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇല്ലീഗൽ കോണ്ടൻറ്റിൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലീഗൽ കോണ്ടൻറ്റ് ആവണമെങ്കിൽ കോടതി അതിനെ ഡിക്ലെയർ ചെയ്യണം ഇല്ലീഗൽ കമൻറ്റ്, അത് ഡിഫമേറ്ററി കമൻറ്റ് ആണെങ്കിൽ. ഒബ്സീനിറ്റി ആണെങ്കിൽ അത് ഒബ്സീനിറ്റി എന്ന് ഡിഫൈൻ ചെയ്യണം. പക്ഷേ IP ആണെങ്കിൽ IP ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു നോട്ടീസ് അയക്കാം, അവർക്കത് പ്രോസസ്സുണ്ട്, അവർ ആ കോണ്ടൻറ്റ് ടേക്ക് ഡൗൺ ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയൊരു ഓർഡർ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ ഓർഡർ ഇവർക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ബൗണ്ട് ടു ടേക്ക് ഇറ്റ് ഡൗൺ. ആൻഡ് ഇഫ് ദേ ഡോണ്ട് ടേക്ക് ഇറ്റ് ഡൗൺ ദേ ആർ പേഴ്സണലി ലയബിൾ ഫോർ സെക്കൻഡറി ലയബിലിറ്റി. സെക്കൻഡറി ലയബിലിറ്റി ഈ ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും ട്വിറ്ററിനെയും പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ മേലുണ്ടാവും. അതാണ് ഇൻ്റർമീഡിയറ്റ് ലയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണ് നമ്മൾ ഓൺലൈനിലായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഡീൽ ചെയ്യാൻ നേരത്ത്. കാര്യം ഒരുപാട് കേസുകളിൽ ഇങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റുകൾ ഒരു പ്ലേ വരാമെന്നുണ്ട്. പലപ്പോഴും നമുക്കവരെ ഡയറക്റ്റായിട്ട് ഈ ലയബിലിറ്റി, ഈ സേഫ് ഹാർബർ കാരണം നമുക്കവരെ ഡയറക്റ്റായിട്ട് അവരുടെ ലയബിലിറ്റി പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഓർഡറുകൾ സമ്പാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ആസ്ക് ദം ടു ടേക്ക് ദ കോണ്ടൻറ്റ് ഡൗൺ. ഇതാണ് IT ആക്ട് ചെയ്ത മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 2008 അതിന് ഒരു സെറ്റ് ഓഫ് അമെൻമെൻറ്റ്സും കൂടെ IT ആക്ട് നടന്നു. പുതിയ ചില ഒഫൻസസും എല്ലാം IT ആക്ടിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒന്നും വേണ്ട, ഇവിടെ കാപ്പിയുണ്ട്, ഇല്ല ഇതിനകത്ത് കാപ്പിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അമെൻമെൻറ്റും IT ആക്ട് 2008 കൊണ്ടുവന്നു. അപ്പോൾ IT ആക്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ചില ഡോക്യുമെൻറ്റ്സിന് IT ആക്ട് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോണിക് റെക്കോർഡുകളെയും ഇലക്ട്രോണിക് ട്രാൻസാക്ഷനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് IT ആക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫണ്ടമെൻ്റൽ തിങ് എന്ന് പറയുന്നത്. പക്ഷേ ചില ഡോക്യുമെൻറ്റ്സ് അതിൽ റെക്കഗ്നൈസബിൾ അല്ല. ഒരു വില്ല് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി IT ആക്ടിൻ്റെ ഇടയിൽ ഗവേൺഡ് അല്ല. ബാക്കിയുള്ള എല്ലാം നമുക്ക് IT ആക്ടിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് IT ആക്ടിൻ്റെ അടിയിൽ ഗവേൺ ചെയ്യാൻ പറ്റും. IT ആക്ടിൻ്റെ അടിയിലുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ അത് ഡിഫൈൻ ചെയ്യുന്നു, ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിന് അത് ഡിഫൈൻ ചെയ്യുന്നു, ഇലക്ട്രോണിക് കോൺട്രാക്ട്സിനെ അത് എക്സ്പ്രസ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ IT ആക്ടിൻ്റെ ഇടയിൽ രണ്ട് തരത്തിലുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ IT ആക്ടിൻ്റെ ഇടയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതായത് അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം ഹാഷ് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആധാർ ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് സിഗ്നേച്ചറുകൾ IT ആക്ടിൻ്റെ ഇടയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. IT ആക്ടിൻ്റെ അടിയിൽ നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഉപയോഗിച്ച് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചാണ് നമ്മളത് സൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് എവിഡൻസ് ആക്ടിൻ്റെ അടിയിൽ 100% വാലിഡിറ്റി ഓൾ ഓണേഴ്സ് ഓഫ് പ്രൂഫ് ഓണർഷിപ്പ് ഓൺ ദ പേഴ്സൺ ചലഞ്ചിങ് ഇറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഓണേഴ്സ് ഓഫ് പ്രൂഫ് എവിഡൻസ് ആക്ടിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ കയ്യൊപ്പിടുന്നത് പോലെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ if the other party is challenging this document, if the onus is on the other party, the burden of proof is on the other party to come and prove that no, I did not put a signature എന്നുള്ളൊരു വാലിഡിറ്റി അതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ
One thing to remember is IT Act also recognizes other forms of contract making. അതായത് ഇപ്പോൾ നമുക്കൊരു ഇമെയിൽ അയക്കുകയാണ്. ആസ് യു നോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അടിയിൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ഒരു കോൺട്രാക്റ്റിന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ്. ഇഫ് ദർ ഇസ് എൻ ഓഫർ ആൻഡ് യു അക്സെപ്റ്റ് ദി ഓഫർ, ദെൻ ദ കോൺട്രാക്ട് ഇസ് കൺക്ലൂഡഡ്. നമുക്ക് എഴുതി ഒപ്പിടേണ്ട കാര്യമില്ല, വാക്കാൽ കരാറാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അടിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്കൊരു ഇമെയിൽ അയക്കുന്നു, ആ ഇമെയിലിൽ ഒരു ഓഫറുണ്ട്, ആ ഓഫർ ആൻഡ് ദർ ഇസ് എൻ അക്സെപ്റ്റൻസ്, അതിലുള്ള കൺസിഡറേഷൻ ഒരു ലീഗൽ കൺസിഡറേഷൻ ആണ്, ലോഫുൾ കൺസിഡറേഷൻ ആണെങ്കിൽ ആ കോൺട്രാക്റ്റിന് ആക്ടിൻ്റെ അടിയിൽ റെക്കഗ്നിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അജിയോയിലും ഒക്കെ ഷോപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഓരോ തവണയും ട്രാൻസാക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഓരോ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. ആ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ IT ആക്ടിൻ്റെ അടിയിൽ വാലിഡാണ്. ഇറ്റ് ഡസൻറ്റ് നീഡ് ടു ബി സ്പെസിഫിക്കലി സൈൻഡ്, ഇറ്റ് ഡസൻറ്റ് നീഡ് ടു ബി സ്പെസിഫിക്കലി ഓതൻറ്റിക്കേറ്റഡ് ബൈ എ റിട്ടൺ സിഗ്നേച്ചർ. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതിലൊന്നും സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നില്ല. അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഓർഡറുണ്ട്, ആർബിട്രേഷൻ എഗ്രിമെൻറ്റ് ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അത് എൻഫോഴ്സബിൾ അല്ല എന്നൊരു ഓർഡറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് എ പവർ ടു ഇമ്പൗണ്ട് എ ഡോക്യുമെൻറ്റ് if a document is not stamped, and in some states there is a criminal penalty for non-stamping of a document also. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യുന്ന എല്ലാ കോൺട്രാക്റ്റുകളും IT ആക്ട് വാലിഡ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കോടതിയിൽ പോയി അതിനെ എൻഫോഴ്സും ചെയ്യാം. എൻഫോഴ്സ് ചെയ്യാൻ നേരത്ത് സ്റ്റാമ്പ് അല്ലെങ്കിൽ the procedure is that you need to stamp and then enforce it, but that's what the courts have also been followed without any problem. IT ആക്ടിൻ്റെ അടിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് റെക്കഗ്നൈസസ് സെവറൽ ഫോംസ് ഓഫ് crimes, and it also empowers the government to do interception, monitoring. Government has the power to block websites. Government has the power to intercept and monitor and decrypt information. അങ്ങനെ ഒരുപാട് വൈഡ് പവേഴ്സ് ഗവൺമെൻറ്റിന് IT ആക്ടിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഈ പവേഴ്സ് എല്ലാം ഗവൺമെൻറ് ഒരുപാട് തവണ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്, ട്വിറ്ററിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാം, ട്വിറ്ററിൻ്റെ ചില അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ ഗവൺമെൻറ് ഓർഡർ ഇട്ടു, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യക്കെതിരെ മെസ്സേജസ് പറയുന്ന ചില പേജുകളെ ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം IT ആക്ടിൻ്റെ അടിയിൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന പവേഴ്സാണ്. ഈ IT ആക്ടിൽ വളരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ്, ഒന്നെന്ന് പറയുന്നത് ഹാക്കിംഗ് സെക്ഷനാണ്. അപ്പോൾ ഹാക്കിംഗ് സെക്ഷൻ IT ആക്ടിൻ്റെ സെക്ഷൻ 43 ആണ്. സെക്ഷൻ 43 പറയുന്നതെന്ന് പറയുന്നത്, if a person unauthorizedly accesses any computer resource, അതായത് പെർമിഷൻ ഇല്ലാതെ ഒരാളൊരു കമ്പ്യൂട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൊബൈൽ ഫോൺ ഇൻക്ലൂഡഡ് ആണ്, ഒരു ഫ്ലോപ്പി ഡിസ്ക് ഇൻക്ലൂഡഡ് ആണ്, CD ഇൻക്ലൂഡഡ് ആണ്, USB ഡ്രൈവ് ഇൻക്ലൂഡഡ് ആണ്, ലാപ്ടോപ്പ് ഇൻക്ലൂഡഡ് ആണ്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കമ്പ്യൂട്ടറിൽ എന്നുള്ള എന്ത് ഡേറ്റ എടുത്താലും, ഡേറ്റ ലീക്ക് ചെയ്താലും, അതിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറോ ഫോണോ ആവണമെന്നില്ല, ഒരു വെബ്സൈറ്റിൽ നിന്ന് വരെ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ സമ്മതമില്ലാതെ പെർമിഷൻ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ അത് IT ആക്ടിൻ്റെ ഇടയിൽ ഹാക്കിംഗ് ആണ്. 5 കൊല്ലം വരെ ശിക്ഷയുള്ളൊരു ഒഫൻസാണ് 43 ഓഫ് IT ആക്ട് പറയുന്നത്. കോമ്പൻസേഷനും ഒരു പ്രൊവിഷനായിട്ട് അതിൽ പറയുന്നുണ്ട്. രണ്ടാമത് ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽസും പോണോഗ്രഫിയും IT ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈബർ ടെററിസം എന്ന് പറഞ്ഞൊരു ഒഫൻസും IT ആക്ടിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യക്കെതിരെയുള്ള, ഇന്ത്യയുടെ സോവറിനിറ്റി, സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒഫൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മീൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ സൈബർ ടെററിസം കേസ് ചാർജ് ചെയ്യാം. സൈബർ ടെററിസം കേസുകൾ ഇപ്പോൾ കേരളത്തിൽ പത്രത്തിൽ ഒരുപാട് ഈ ഇല്ലീഗൽ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേസുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഒരുപാട് ഈ സൈബർ ടെററിസം സെക്ഷൻ പോലീസ് ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ NIAയും കുറേ കേസുകളിൽ സൈബർ ടെററിസം സെക്ഷൻസ് ചാർജ് ചെയ്യാറുണ്ട്. പിന്നെ അവസാനം ചീറ്റിംഗ് ബൈ ഇമ്പോസിനേഷനും ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഓൺലൈൻ, അതായത് ഈ ഫേസ്ബുക്കിൽ ഫേക്ക് പ്രൊഫൈൽ തുടങ്ങുന്നൊരു സമ്പ്രദായമുണ്ട് നമ്മുടെ നാട്ടിൽ ചിലർക്ക്. അതിനെ ചീറ്റിംഗ് ബൈ ഇമ്പോസിനേഷൻ ഓർ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്നുള്ള ബേസിസിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചില ക്രിമിനൽ ഒഫൻസും IT ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് സേഫ് ഹാർബറിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്ത ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, IT ആക്ട് പറയുന്നതെന്ന് പറയുന്നത്, ഇഫ് എനി ലോ ആസ്ക് യു ടു കീപ്പ് എ റെക്കോർഡ് ആൻഡ് ഇഫ് ദാറ്റ് റെക്കോർഡ് ഇസ് കെപ്റ്റ് ഇൻ ഇലക്ട്രോണിക് ഫോം, it is considered as if the requirement for you to keep that record is satisfied. അതായത് ഏത് നിയമത്തിൽ എവിടെ
ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇലക്ട്രോണിക്കായിട്ട് ആ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് കംപ്ലയൻസ് ഓഫ് ദാറ്റ് ലോ എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അഡ്വക്കേറ്റന്മാർക്ക് ഇപ്പോൾ ഓഡിറ്റ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനുള്ള ഇൻകം ടാക്സ് ഇതുണ്ടെങ്കിൽ നമുക്കൊരു എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റിൽ അതിലെ റെക്കോർഡ് കീപ്പ് ചെയ്താൽ തന്നെ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് കംപ്ലയൻസ് ആസ് പെർ ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള റെക്കോർഡ് കീപ്പിംഗ് ഒബ്ലിഗേഷൻ ഉണ്ടായാലും അത് ഗവൺമെൻറ്റിൻ്റെ ഒബ്ലിഗേഷൻ ആവാം, അല്ല നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ഒബ്ലിഗേഷൻ ആവാം, IT ആക്ടിൻ്റെ അടിയിൽ അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ്ഡ് ആണ്. അതിന് ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹയർ ഡിഗ്രി ഓഫ് പ്രൂഫും കൂടെ അതിനുണ്ടാവും. ആർക്കും അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വാട്ട് ദിസ് സെക്ഷൻ ടോക്സ് അബൌട്ട്. ഈ കോൺട്രാക്ട്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്ത ദിസ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നമ്മുടെ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കമ്മിങ് ആൻഡ് ഹേർട്ടിങ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 65B ഓഫ് ദ എവിഡൻസ് ആക്ട്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഡു യു എഡ്യൂസ് എൻ എവിഡൻസ് ബിഫോർ ഇലക്ട്രോണിക് എവിഡൻസ് ബിഫോർ എ കോർട്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ. അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റും ഉണ്ട്. ലോ പറയുന്നത് 65B പറയുന്നതെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ എവിഡൻസ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ എവിഡൻസ് പ്രൈമറി എവിഡൻസ് ആയിട്ട് അഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് അഡ്യൂസ് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഈവൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ വേ ഓഫ് എ പ്രിൻ്റ് ഔട്ട് പ്രൊവൈഡഡ് ദാറ്റ് ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ സിസ്റ്റം, administrator of the computer system or the person who is fully responsible for operating that computer system should give an affidavit stating that the computer is in working condition when that output derive ചെയ്ത ടൈമിൽ കമ്പ്യൂട്ടർ വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു, അതിൽ വേറെ വൈറസസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇറ്റ് വാസ് എ ഫുള്ളി വർക്കിംഗ് കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് അഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് സെക്ഷൻ 65B പറയുന്നത്. അപ്പോൾ സെക്ഷൻ 65Bയിലൊരു രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് കേസസ് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കേസ് അൻവർ PV അൻവർ കേസാണ്. അതിൽ പറയുന്നതെന്ന് പറയുന്നത് there must be a certificate which identifies the electronic record containing the statement. The certificate must describe the manner in which the electronic record was produced. The certificate must furnish the particulars of the device involved in the production of the record. The certificate must deal with the applicable conditions mentioned in 65B(2) of the Evidence Act. The certificate must be signed by the person occupying a responsible official position in relation to the operation of the device. അപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കോടതികളിൽ ചലഞ്ച് ചെയ്യുന്നൊരു പൊസിഷനാണ്. ഹൂ ഇസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ദാറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഇപ്പോഴും 100% സെറ്റിൽഡ് പൊസിഷൻ ഇല്ല ഇപ്പോഴും. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ആരുടെ ഫോണാണ്, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഫോൺ ബേസ് ചെയ്തൊരു എവിഡൻസ് ആണ്. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരാൾ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. ആ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട ടൈമിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കുന്നു. സ്ക്രീൻഷോട്ട് വാസ് ടേക്കൺ ഇൻ മൈ ഫോൺ. സോ ദ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസ് ദാറ്റ് റെക്കോർഡ് ഈസ് നോട്ട് റിയലി വാട്സാപ്പ്, ഇറ്റ്സ് ബേസിക്കലി മൈ ഫോൺ വിച്ച് ഡസ് ദാറ്റ്. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ ഞാനാണ് എവിഡൻസ് പറയുന്നതെങ്കിൽ ഐ നീഡ് ടു ഗിവ് ദ അഫിഡവിറ്റ് എന്നുള്ളതാണ് ദ കോൾ ദാറ്റ് വി ഹവ് ടേക്കൺ ആൻഡ് കോർട്സ് ഹവ് ജനറലി അക്സെപ്റ്റഡ് ഇറ്റ്. have seen it accepted in Karnataka High Court, Bombay High Court, Supreme Court. It's all been accepted. അതായത് ആരുടെ കമ്പ്യൂട്ടറിൽ നിന്നാണോ ഈ ഔട്ട്പുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയലാണ് നമ്മൾ എടുക്കുന്നത്, ആ വീഡിയോ ഫയൽ ആരുടെ കമ്പ്യൂട്ടറിലാണ് ഇരിക്കുന്നത് അവരാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തരേണ്ടത്. അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ആരുടെ കമ്പ്യൂട്ടറിലാണ് ഇരിക്കേണ്ടത് അവരാണത് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു തമാശ എന്ന് പറയുന്നത്, പലപ്പോഴും ചിലർ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഹൂ ഇസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ വാട്സാപ്പിൻ്റെ അഡ്മിനെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അവർ പറയും അഡ്മിൻ സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറയും. അഡ്മിൻ എന്ന് പറയും എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. ചിലർ വാട്സാപ്പിനെ തേടി നടക്കാറുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ കത്തയച്ചവരുണ്ട്, അതായത് എനിക്ക് 65B(2) സ്റ്റേറ്റ്മെൻറ്റ് തരണം ബിക്കോസ് വാട്സാപ്പ് ഇസ് ബേസിക്കലി ദ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വെൻ ഇറ്റ് കംസ് ടു ദിസ്. ഡോണ്ട് ഗോ ഡൗൺ ദാറ്റ് റൂട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ്, ബിക്കോസ് just look at the principles of evidence also, right? The court needs to know that the person who is adducing the evidence is actually a responsible person and the only thing that's required is an affidavit. ആ അഫിഡവിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം സമർപ്പിക്കുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. അത് ഈ കമ്പ്യൂട്ടറിനെ ഓണർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്.
അത് വേറെ ആളുടെ മേലിൽ പാസ് ഓൺ ചെയ്യാൻ നോക്കണ്ട. അങ്ങനെ പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിലേസ് ഉണ്ടാവും. ദാറ്റ്സ് അൺനെസസറി. സോ ദിസ് ഈസ് ദ വേ ടു സോൾവ് ദിസ് പ്രോബ്ലം വിച്ച് എക്സിസ്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് അർജുൻ പണ്ഡിറ്റ് റാവു കേഡ്കർ വേഴ്സസ് കൈലാഷ് കൃഷ്ണ റാവു എന്നുള്ള കേസിൽ എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ്. And one of the important things to do, things to remember about the 65B2 is the fact that it's been heavily criticized by none other than Justice Adv Narendran, who questioned the logic of the 65B2 and said that ഈ 65B2 എന്നുള്ള റിക്വയർമെൻറ്റ് കാരണം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരുപാട് ഡിലേസ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഈസ് അൺനെസസറി. ഇറ്റ് ഈസ് എ വേ ഇൻ വിച്ച് ലിറ്റിഗേഷൻ ഇസ് ഓഫൻ ഡിലേഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് ഇതൊരു കോമൺ ലോ പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ഇൻ UK ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലോയിൽ ഉണ്ടായിരുന്നൊരു കോൺസെപ്റ്റിനെ നമ്മൾ ഇംബൈബ് ചെയ്തതാണ്. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ ഇപ്പോൾ അത് അമെൻഡ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ആദ്യം കൊടുക്കുന്ന അഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് മെൻഷൻ ചെയ്താൽ മതി, ഇതും ഞാൻ കോടതിയുടെ മുമ്പ് ബോധിപ്പിക്കുന്ന സാധനമാണ്, ഇത് സത്യമാണെന്ന് മാത്രം ബോധിപ്പിച്ചാൽ മതി. വേറൊരു യാതൊരു എവിഡൻഷ്യറി റിക്വയർമെൻറ്റോ പ്രൂഫോ ആവശ്യമില്ലാതെ തന്നെ ഇതിനെ റിലേ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ പൊസിഷൻ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മളിത് ഫോളോ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിനെ അമെൻഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യണമെന്നാണ് ജസ്റ്റിസ് റോഹിന്തൻ നരിമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹോപ്പ്ഫുള്ളി ഇപ്പോൾ നടക്കുന്ന ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ഡിസ്കഷൻസിൽ ഇതും കമപ്പ് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ ഹാവൻ റെഡ് ദ എവിഡൻസ് ആക്ട് അമെൻമെൻറ്റ് യെറ്റ്, so not sure about that. So with this I am pausing the discussion on IT Act. Happy to take any questions. ഏതാണ് മറ്റേ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നത്. പോലീസിൽ തന്നെ പോലീസ് പലപ്പോഴും അവരുടെ പവേഴ്സ് ഡിറൈവ് ചെയ്ത് രണ്ട് ആക്ട്സ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ IT ആക്ട് ഒരു ആക്ടാണ്. IT ആക്ട് ഗവൺ ചെയ്യുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇപ്പം വാട്സാപ്പിനെയും ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും ഇതിനെല്ലാം ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിലുള്ളതിനെയാണ് IT ആക്ട് ഗവൺ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ വേറൊരു ലെയറുണ്ട്, അത് ടെലികോം ലെയറാണ്. ടെലികോം ലെയറിനെ ഗവൺ ചെയ്യുന്നത് ടെലിഗ്രാഫ് ആക്ടാണ്. ടെലിഗ്രാഫ് ആക്ടിൻ്റെ അടിയിലാണ് പോലീസ് ഈ ടവർ ലൊക്കേഷൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൻ്റെ അടിയിൽ ആക്ടിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ലൈസൻസസ് ഉണ്ട്, യൂണിഫൈഡ് ലൈസൻസ് ഉണ്ട്. യൂണിഫൈഡ് ലൈസൻസ് പ്രകാരം ഒരു ടെലികോം കമ്പനി, ഇപ്പോൾ എയർടെൽ ആയാലും ജിയോ ആയാലും, ഈ ടവർ ലൊക്കേഷൻ റിയൽ ടൈം ടവർ ലൊക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് റിക്വയർമെൻറ്റ്. ആ റിയൽ ടൈം ടവർ ലൊക്കേഷൻ പക്ഷേ ആക്സസ് ചെയ്യാൻ വേണ്ടി പോലീസിന് പ്രത്യേകിച്ച് ഓർഡർ വേണ്ട. they don't need any particular order. There is already a portal which is maintained by the telecom company, and the police in most states have access to the portal directly. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പോർട്ടൽ ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം വിത്തൗട്ട് ആൻ ഇൻ്റർസെപ്ഷൻ ഓർഡർ, വിത്തൗട്ട് എ മോണിറ്ററിങ് ഓർഡർ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് ഡിജിറ്റലിൻ്റെ കാര്യത്തിലെല്ലാം ഈ പ്രശ്നമുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മളൊന്ന് റിയൽ ടൈമിലൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഒരു ഫോണിലാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ളത്. അതായത് ഇപ്പോൾ പണ്ട് സെർച്ച് ആൻഡ് സീച്ചർ പ്രൊവിഷൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻസ്, ഇപ്പം ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP ആയാലും ഖരക് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയാലും എല്ലാത്തിലും സെർച്ച് ആൻഡ് സീച്ചർ എന്നുള്ളൊരു റൈറ്റിനെ ബേസ് ചെയ്താണ് പ്രൈവസി റൈറ്റ് എന്നുള്ള കാര്യവും എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഒരു സെർച്ച് ആൻഡ് സീച്ചറിൽ വാല്യൂ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പോലീസ് വന്ന് നമ്മുടെ ഫോൺ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറി സെർച്ച് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഡേറ്റ എന്നെപ്പറ്റി എൻ്റെ ഫോണിലുണ്ടാവും. പക്ഷേ അതിന് സെർച്ച് ആൻഡ് സീച്ചർ പ്രൊവിഷൻസ് വേണ്ട, ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് വേണ്ട, യാതൊരു രീതിയിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസും ഇല്ല. പോലീസ് ക്യാൻ ഗോ ത്രൂ മൈ എൻറ്റയർ ഹിസ്റ്ററി, my WhatsApp, my tax filings, my Gmail, my financial accounts, everything. They have full right and access to everything. നമുക്കിപ്പോഴും ഇതിനെപ്പറ്റി ഒരു ഫുള്ളി എവോൾവ്ഡ് ലോ ഇല്ല. സോ നമ്മുടെ വീട്ടിൽ കയറി സെർച്ച് ചെയ്യാൻ വേണ്ടി there are enough checks and balances on police, but നമ്മുടെ ഫോൺ പിടിച്ചെടുക്കാൻ there are not enough checks and balances. Recently there was a Delhi High Court judgment and a Karnataka High Court judgment on this. There's also a matter before Kerala High Court. അതിനെപ്പറ്റി ഒരു ജൂറിസ്പ്രുഡൻസ് ഇതുവരെയും ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ബട്ട് ഈ ഡിജിറ്റൽ എവിഡൻസ് ഗാദറിംഗ് ബൈ ദ പോലീസ് ഇസ് ഓൾവേസ് എക്സസീവ്, ഇസ് സംതിങ് വിച്ച് I completely agree and I completely note, and that needs to be checked and prevented very soon.
പോസിബിൾ ആണ്. കാര്യം ഇത് ട്രയാങ്കുലേഷൻ ഒരു മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടവർ ലൊക്കേഷൻ കാണിക്കാൻ പോസിബിൾ ആണ്. അതിനെ പക്ഷേ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തേർഡ് സോഴ്സും കൂടെ അവർക്ക് റിലൈ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അതൊരു ആപ്പ് ബേസ് സോഴ്സ് ആയിരിക്കാം. പക്ഷേ ആപ്പ് ബേസ് സോഴ്സിന് പിന്നെ ദേ വിൽ ഹാവ് ടു ഗോ ഫോർ ദാറ്റ് ആപ്പ് ബേസ് സോഴ്സ് ഇൻഫർമേഷൻ, ലെറ്റ്സ് സേ ഫ്രം ഗൂഗിൾ മാപ്പ്, റൈറ്റ്? ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇത് ഞാൻ അതായത് 2 ടവർ, അപ്പം ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഇറ്റ്സ് എസ്പെഷ്യലി ഡുവൽ സിം കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് എൻറ്റയർലി പോസിബിൾ. 2 സിമ്മാണ്, 2 സിമ്മും 2 പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ ഒരാൾ ഒരു സിമ്മിലും മറ്റേ ആൾ വേറൊരു ടവറിലും നമുക്ക് കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു തേർഡ് ട്രയാങ്കുലേഷൻ പോയിന്റും കൂടെ ഇല്ലാതെ നമുക്ക് എവിഡൻസ് സ്ട്രോങ് അല്ലല്ലോ. ആ ട്രയാങ്കുലേഷൻ പോയിന്റ് കുഡ് ബി ആൻ ആപ്ലിക്കേഷൻ ലെയർ ലൈക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ. ട്രൂ കോളറിനെ പറ്റിയുള്ള മാർഗം ട്രൂ കോളർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ട്രൂ കോളർ പ്രൈവസി ഡിഫീറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, ട്രൂ കോളർ ഡെവലപ്പ് ചെയ്ത് ടൈമിൽ പ്രൈവസി ലോ ഇന്ത്യയിലില്ല. നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അടിയിലുള്ള സെക്ഷൻ 43A ആണ് ഇപ്പോഴും ഇന്ത്യയിലെ പ്രൈവസി നിയമം. കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റ് ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം എന്നൊരു നിയമം പാസ് ചെയ്തു, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അത് ഇതുവരെയും ഇൻഫോഴ്സ് അല്ല. പ്രസിഡന്റ് അസെൻറ്റ് കൊടുത്തു, പ്രസിഡന്റ് പബ്ലിഷ് ചെയ്തു, പക്ഷേ ഗവൺമെൻറ് ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും 43A ഓഫ് ദി IT ആക്ട് ഇസ് എ റൂൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഫർമേഷൻ പ്രൈവസി ഇൻ ഇന്ത്യ. അത് പ്രകാരം എന്ന് പറയുന്നത് സെൻസിറ്റീവ് പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു ലിമിറ്റഡ് ക്ലാസ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ പ്രൊട്ടക്റ്റഡ് ആവുന്നുള്ളൂ. അതിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇസ് പ്രൊട്ടക്റ്റഡ്, പാസ്വേഡ്സ് ആർ പ്രൊട്ടക്റ്റഡ്, യുവർ ഹെൽത്ത് ഇൻഫർമേഷൻ ഇസ് പ്രൊട്ടക്റ്റഡ്. പക്ഷേ ഫോൺ നമ്പർ എന്നുള്ളൊരു ഫോൺ നമ്പർ എന്ന് പറയുന്നൊരു പേഴ്സണൽ ഇൻഫർമേഷനാണ്, സെൻസിറ്റീവ് പേഴ്സണൽ ഇൻഫർമേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. Though we have right to privacy in our constitution under Puttaswamy, there is no statutory legal right that we have which helps us or prevents a true call, which can be used to prevent a true caller from using your information. Onne cheyan pattullu, you can go to Truecaller and make a request to remove your name from that app or from your number from that app. അത് പക്ഷേ നാളെ ഒരുപാട് ആളുകൾ Truecaller വീണ്ടും യൂസ് ചെയ്ത് if they are dialing you, that information may again come back. പക്ഷേ ഈ പുതിയ നിയമം വന്നു കഴിയുമ്പോൾ യു ക്യാൻ ഗോ ടു Truecaller ആൻഡ് സേ ദാറ്റ് പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ ഡേറ്റ. ആ നിയമം നോട്ടിഫൈഡ് ഉടനെ തന്നെ ആവും. അപ്പോൾ ആവുമ്പോൾ യു ക്യാൻ ഗോ ടു Truecaller ആൻഡ് റിക്വസ്റ്റ് ഫോർ റിമൂവൽ ഓഫ് ഇൻഫർമേഷൻ ഫ്രം Truecaller ഡേറ്റാബേസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓഫ്. അതിനും ചെയ്യാൻ പറ്റുമോ? അതിലും ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി and the next topic is on digital data. That's the last thing that I'll be covering. Adinath, I'll be specifically talking about this. So the way it works is, നമ്മുടെ ഡേറ്റ, നമ്മുടെ പേഴ്സണൽ ഡേറ്റ എന്ന് പറയുന്നത് any data that can be used to identify you as an individual. ഞാൻ നിഖിൽ നരേന്ദ്രൻ ആണ് എന്ന് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏത് ഡേറ്റയും, അതൊരു പക്ഷേ ഫോൺ നമ്പർ ആവാം, അതൊരു പക്ഷേ എൻ്റെ പേരാവാം, എൻ്റെ ഫോൺ നമ്പർ പ്ലസ് സംതിങ് എൽസ് ആവാം, എൻ്റെ ആധാർ നമ്പർ ആവാം, എൻ്റെ ലൈസൻസ് നമ്പർ ആവാം. ഇങ്ങനെയുള്ള എല്ലാ ഡേറ്റയും പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അടിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നതെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പേഴ്സണൽ ഡേറ്റ നമ്മളെപ്പറ്റി കളക്ട് ചെയ്യുന്ന നേരത്തും ആ കമ്പനികൾ നമ്മുടെ നിന്ന് കൺസെൻറ്റ് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഈ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. നമുക്കറിയാം, പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 9 അംഗ സുപ്രീം കോടതി ബെഞ്ച് ഇരുന്ന് വിധിച്ചൊരു കേസാണ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ബേസിസ് ആധാർ കേസാണ്. അപ്പോൾ അതിന് മുമ്പൊരു കേസുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബിനോയ് വിശ്വം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് ഞാനും കൂടെ ചെയ്തൊരു മാറ്ററാണ്. ആ മാറ്ററിൽ വി വെൻറ്റ് ടു സുപ്രീം കോർട്ട് ആൻഡ് വി ആർഗ്യൂ ആൻഡ് ദെർ വാസ് എ പോയിന്റ് വെയർ അഡ്വക്കേറ്റ് ജനറൽ was asked the question, do you think the judges have a right over their own body?
പണ്ട് ADM ജബൽപൂർ എന്നുള്ള കേസിൽ ജസ്റ്റിസ് ഖന്ന കൺസിഡർ ചെയ്ത, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡ് സാറിൻ്റെ ഫാദർ കൺസിഡർ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, ഡസ് എ പേഴ്സൺ ഹാവ് എ റൈറ്റ് ടു ദെയർ ഓൺ ബോഡി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? The AG said no, they don't have that right to their own body under the constitution. So that created a very എന്താ പറയേണ്ട ഒരു flipping movement in the judiciary. So which means that no person, including the bench itself, have a right over their own body. And that led to reference to the case Puttaswamy versus Union of India, which led to the 9-judge bench. ആ ബെഞ്ചിൽ ഉള്ള ഡിസിഷൻ ആണ് റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ള ഡിസിഷൻ. ആ റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ള ഡിസിഷൻ ഇസ് നോട്ട് എ ന്യൂ തിങ്. നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഖരക് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP-യിൽ, അല്ലെങ്കിൽ ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP-യിൽ, അല്ലെങ്കിൽ PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ, രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിലും എല്ലാം നമുക്ക് ഈ റൈറ്റ് ഡിഫറെൻറ്റ് കോർട്സ് ഇൻ ഇന്ത്യ റെക്കഗ്നൈസ് പ്രൈവസി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ബട്ട് it achieved a different level of validation when a 9-judge bench of the Supreme Court sat down and decided that no, there is right to fundamental right, and they laid down the jurisprudence. Adine time there is an interesting question that the Supreme Court posed. Informational privacy is an important aspect. What are you doing about it? So the Supreme Court, so the government said, look, we will look into aspects relating to informational right to privacy, and we will appoint a committee, and we will appoint a committee headed by none other than Justice Sri Krishna. And Justice Sri Krishna, as you know, one of the most dynamic judges in the whole of Indian judiciary's history himself. He's a great mentor of mine. He sat down and he created a law, which is a very exhaustive law in 2018. Adana India's first data protection bill. Adu kazhinju we saw 3 iterations of the bill. Justice Sri Krishna, when he created a bill, he ensured that it's not just the private sector which is responsible and accountable for acts of data collection. He ensured that government is also equally held accountable under the law. പക്ഷേ ഈ പുതിയ വേർഷൻ ഓഫ് ദ ലോ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്, ഇപ്പം ഗവൺമെൻറ് പാസ് ചെയ്ത നിയമത്തിൽ ഗവൺമെൻറ് ഗെറ്റ്സ് എ ക്ലീൻ ഷിറ്റ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഗൂഗിൾ അല്ല, ഫേസ്ബുക്ക് അല്ല, അത് ട്വിറ്റർ അല്ല, അത് മൈക്രോസോഫ്റ്റ് അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡേറ്റ, പേഴ്സണൽ ഡേറ്റ, സ്വകാര്യതയിലോട്ട് അതിക്രമിച്ച് കയറുന്നത് ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ ബില്ലിനകത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പാസ്സായ ആക്ടിനകത്ത് ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരൊറ്റ പ്രൊവിഷനുമില്ല. ഗവൺമെൻറ് ഏത് ഡേറ്റ വേണോ കളക്ട് ചെയ്യാം, എങ്ങനെ വേണോ കളക്ട് ചെയ്യാം, എപ്പോൾ വേണോ കളക്ട് ചെയ്യാം. യാതൊരു രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല. നമ്മളെ 2-3 മാസം മുമ്പാണ് നമ്മുടെ കോവിൻ ഡേറ്റ ചോർന്നത്. അതിനെപ്പറ്റി പത്രങ്ങളിൽ വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ കോവിൻ ഡേറ്റ ചോർന്നതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അതുപോലത്തെ ഒരു ഡേറ്റ ചോർച്ച ഇനി ഉണ്ടായാൽ തന്നെ ഗവൺമെൻറ് യാതൊരു രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല. അങ്ങനൊരു നിയമമാണ് ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കി വെച്ചിരിക്കുന്നത്. പ്രൈവറ്റ് സെക്ടർ ഇസ് റെസ്പോൺസിബിൾ ഫോർ സം ആക്ടിവിറ്റീസ്. Central government or any state government is not responsible for any data related misuses done by them. അപ്പോൾ ദാറ്റ്സ് എ ലോങ് ഹിസ്റ്ററി. അപ്പോൾ അതിൽ 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂ ഏരിയ ആണ് ഡിജിറ്റൽ ലോസിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു പുതിയ റൈറ്റാണ് ഇറ്റ് ഈസ് ഗിവിങ് ടു അസ് സിറ്റിസൺസ്. ഇതിനു മുമ്പ് ഇല്ലാത്തൊരു റൈറ്റ്സ് ഫ്രെയിം വർക്കാണ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ക്ലാസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഡേറ്റ ഫിഡ്യൂഷ്യറി. ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത് ഗൂഗിളും ഫേസ്ബുക്കും അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളെയാണ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് വിളിക്കുന്നത്. സോ ദർ ഇസ് സം അസംഷൻ ഓഫ് എ ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ ദ പ്രൊവൈഡർ ഓഫ് ദി ഇൻഫർമേഷൻ ആൻഡ് ദ പേഴ്സൺ ഹു കളക്ട്സ് ദ ഡേറ്റ, ആൻഡ് ദേ ആർ സേയിങ് ദാറ്റ് ലുക്ക് യു ആർ ക്ലാസിഫൈഡ് ആസ് ഡേറ്റ ഫിഡ്യൂഷ്യറി, ആൻഡ് വെൻ യു കളക്ട് ദ പേഴ്സണൽ ഡേറ്റ ഓഫ് എ പേഴ്സൺ യു നീഡ് ടു കംപ്ലൈ വിത്ത് സർട്ടൻ ഒബ്ലിഗേഷൻ എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത്. രണ്ടാമത് ഡേറ്റ പ്രോസസ്സർ, വിച്ച് ഇസ് ബേസിക്കലി അവർ എൻഗേജ് ചെയ്യുന്ന വിപ്രോയോ മൈക്രോസോഫ്റ്റിനോ പോലുള്ള ഔട്ട്സോഴ്സിംഗ് കമ്പനീസിനെയാണ് ഡേറ്റ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തത് ഡേറ്റ പ്രിൻസിപ്പൽ, അതായത് നമ്മൾ, യു ആൻഡ് ഐ, ഹു ഗിവ്സ് ദിസ് ഇൻഫർമേഷൻ ടു സമ്മൺ. അപ്പോൾ നമ്മൾ ഗൂഗിളും ഫേസ്ബുക്കും ബാക്കിയുള്ള എല്ലാം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ നമുക്കെന്തെങ്കിലും അവർ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ
വി ഹാവ് ദ റൈറ്റ് ടു അപ്രോച്ച് വാട്ട്സ് നോൺ ആസ് എ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ്. അതൊരു ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ബോഡിയാണ്. ആ ബോഡിക്കെതിരെ ആ ബോഡിയിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ആ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് ഹാസ് സെവറൽ പവേഴ്സ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ടേക്ക് ആക്ഷൻ, ഇമ്പോസ് പെനൽറ്റി ഓൺ ദീസ് കമ്പനീസ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിലും ഇന്ത്യയുടെ വെളിയിലുമുള്ള കമ്പനികൾ നമ്മുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ നിയമം അവർക്ക് ബാധകമാണ്. അവരത് ചെയ്യാൻ നേരത്ത് നമ്മുടെ കൺസെൻറ്റ് മേടിക്കണം, നമ്മുടെ സമ്മതം മേടിക്കണം. സമ്മതം മേടിച്ചില്ലെങ്കിൽ അതൊരു ഇല്ലീഗൽ പ്രോസസ്സിംഗ് ആണ്. സമ്മതം മേടിച്ചും അവർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു എക്സെപ്ഷൻ ഉള്ളത് എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. നമ്മളൊരാളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ അതിന് സമ്മതം വേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ അവരുടെ ഡേറ്റ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് സമ്മതം വേണം. അതിന് നോട്ടീസ് കൊടുക്കണം. ഏതൊക്കെ രീതിയിലാണ് ഡേറ്റ ഉപയോഗിക്കുന്നത്, എന്തിനൊക്കെയാണ് ഡേറ്റ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് പ്രോസസ്സും പ്രൊസീജിയറും അറിയിച്ചിട്ട് മാത്രമേ ഒരാളുടെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പറ്റുള്ളൂ എന്നാണിത് പറയുന്നത്. അപ്പോൾ നാളെ ട്രൂ കോളറിന് വേറൊരാളുടെ ഫോണിലുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ അങ്ങൊരു ക്രൗഡ് സോഴ്സിങ് ബേസിസിൽ എടുക്കാൻ ട്രൂ കോളറിന് പറ്റുകയില്ല. ഈ നിയമം നോട്ടിഫൈ ആവുന്ന ദിവസം മുതൽ ദേ ഹാവ് ടു ടേക്ക് യുവർ കൺസെൻറ്റ്. നിങ്ങളുടെ സമ്മതം ചോദിക്കണം. ഞാൻ നിങ്ങളുടെ ഡേറ്റ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കണം. അതില്ല എന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ അതില്ല എന്ന് പറഞ്ഞ് അത് അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പുതിയ നിയമം പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളും തരുന്നുണ്ട്. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെ ചിൽഡ്രൻ ആണ് ഈ ബില്ല് പറയുന്നത്, ഈ ആക്ട് പറയുന്നത്. അവരുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടെ സൂക്ഷിച്ച് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഈ ബില്ലിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികളുടെ ഡേറ്റ ഉപയോഗിച്ച് അവരെ ട്രാക്ക് ചെയ്യാനോ അവരെ മോണിറ്റർ ചെയ്യാനോ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേ കിൻഡർ ജോയ് വിൽക്കാനോ ഈ ആപ്പുകൾക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെപ്പറ്റി പ്രത്യേക ബാനുണ്ട്. അങ്ങനെ ഒരു ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 250 കോടി വരെ പെനൽറ്റി ഈ കമ്പനിയുടെ പേരിൽ ഉണ്ടാവും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഹൈ ത്രഷോൾഡ് പെനൽറ്റിയാണ് ഈ ആക്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് മുമ്പുള്ള വേർഷൻ, ഇപ്പോൾ ജസ്റ്റിസ് ശ്രീകൃഷ്ണയൊക്കെ ക്രിയേറ്റ് ചെയ്ത ആക്ട് എന്ന് പറയുന്നത് അതിനകത്ത് RTA ഒരു എക്സ്ക്ലൂഷനായിരുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ആക്ട് വന്നത് പ്രകാരം റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദിസ് ആക്ട്. ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരു RTA പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൈവസിയെ ഹനിക്കുന്നു എന്നുള്ള രീതി പറഞ്ഞ് അത് ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ RTA കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷന് പറ്റും. ദാറ്റ്സ് എ ന്യൂ റിസൾട്ട് ഓഫ് ദിസ് വിച്ച് ഇസ് ഓൾസോ നോട്ട് എ ഗുഡ് ഔട്ട്കം. അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾക്കും ഈ ആക്ട് ബാധകമാണ്. അതായത് ജേർണലിസ്റ്റുകൾക്ക് ഇപ്പം നമ്മൾ ഇതുവരെ യൂസ്ഡ് ആയിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസിൽ ആളുകളുടെ വ്യക്തിവിവരങ്ങൾ വെളിയിൽ വിട്ടുകൊണ്ടുള്ള ജേർണലിസം നടത്താൻ ഈ ആക്ടിൻ്റെ ഇടയിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും വെൻ ദേ ഹാവ് ഇറ്റ്. ഈ ആക്ടിൻ്റെ ഇടയിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് യാതൊരു രീതിയിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസും ഇതിൽ പറയുന്നില്ല. അതുപോലെ തന്നെ കുറേ സ്പെസിഫിക് എക്സെപ്ഷൻസ് ഉണ്ട്. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യാം ചില സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ആക്ട് ബാധകമല്ല എന്ന് പ്രത്യേകം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ട് അവർക്ക് അപ്ലൈ ആവില്ല. പിന്നെ ഇൻഡിവിജ്വൽസിന് എന്തൊക്കെയാണ് ഉള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ പറ്റിയുള്ള എന്ത് ഇൻഫർമേഷൻ ഈ കമ്പനികൾ കളക്ട് ചെയ്തോന്ന് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ട്രൂ കോളർ ആയാലും ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും. രണ്ടാമത്തത് അവർക്ക് റൈറ്റ് ടു കറക്ഷൻ ആൻഡ് എറേഷർ ഉണ്ട്. വി ക്യാൻ ഗോ ആൻഡ് ആസ്ക് ഫോർ കറക്ഷൻ ഓഫ് ദ ഡേറ്റ. അതായത് നമ്മളെപ്പറ്റി തെറ്റായ വിവരമാണ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് പോയി നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. പിന്നെ നമ്മുടെ മരണശേഷം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻകപ്പാസിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സക്സസറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ ഡിജിറ്റൽ ഡേറ്റയും നാളെ ഭാവിയിൽ അവർക്ക് പോകണം എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പവറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ അതുള്ളൊരു ഗ്രീവിയൻസ് റിഡ്രസൽ ഫോറമുണ്ട്. പിന്നെ നമുക്കൊരു ഡ്യൂട്ടീസും ഉണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നൗ ദർ ഇസ് എ ഡ്യൂട്ടി ഓൺ ഡേറ്റ പ്രിൻസിപ്പിൾ ടു എൻഷുർ ദാറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇസ് ആബ്സല്യൂട്ട്ലി അക്യുറേറ്റ്, അതർവൈസ് ദേ കുഡ് ബി 10,000 rupees പെനൽറ്റി ഓൺ us. അതാണ് നമുക്കുള്ളൊരു ഇംപ്ലിക്കേഷൻ, ഇൻഡിവിജ്വൽസിലുള്ളൊരു ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി പെനൽറ്റീസ് കൊടുക്കുന്ന ഒരു ആക്ടാണിത്. 250 കോടി വരെ ഇതിൽ ഫൈനാവാം. പക്ഷേ ഇതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിസീവ് ചെയ്യാനുള്ളൊരു പവറല്ല. അപ്പം നമ്മുടെ ഡേറ്റ ഒരാൾ മിസ്യൂസ് ചെയ്തുവെങ്കിൽ നമുക്ക് നാളെ പോയി അവർക്കെതിരെ ഒരു കോമ്പൻസേഷൻ ഫയൽ ചെയ്തൊരു സിവിൽ സൂട്ട് ഫയൽ ചെയ്യാനും പറ്റില്ല.
കാര്യം സിവിൽ സൂട്ട്സ് ജൂറിസ്ഡിക്ഷൻ ഇസ് ബാർഡ് അണ്ടർ ദ കറണ്ട് ആക്ട്. പിന്നെ ഗവൺമെൻറ്റിനും ഒരുപാട് വൈഡ് പവേഴ്സ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിന് യാതൊരു രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റി ഈ ആക്ടിനടിയിലില്ല. അത് മാത്രമല്ല, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺലൈൻ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു പവറും just after the Manipur incident, the government has inserted into the bill which gives them the power to block information under the Digital Data Protection Act. ഇതാണ് എൻ്റെ അവസാനത്തെ സ്ലൈഡ്. താങ്ക് യു വെരി മച്ച്.